ബിഗ് ബോസിലെ വീക്ക്ലി ടാസ്കിലെ സെക്കൻഡ് ഡേ ആണ്. ലൈവിൽ ഇപ്പോൾ വീക്ക്ലി ടാസ്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടാസ്കിന്റെ പേര് പാവശാസ്ത്രം. സംഭവം വേറൊന്നുമല്ല, ഇന്നലെ ബോൾസ് ആണെങ്കിൽ ഇന്ന് പാവകളാണ്. ഗാർഡൻ ഏരിയയിലെ കൺവെയറിംഗ് ബെൽറ്റിലൂടെ കുറച്ച് പാവകളുടെ ശരീരഭാഗങ്ങൾ വരുന്നുണ്ട്. അപ്പം ഇവയെല്ലാം ശേഖരിച്ച് പാവകളാക്കുക. ഏറ്റവും കൂടുതൽ പാവകൾ കളക്ട് ചെയ്യുന്നവർക്ക് പോയിന്റ്സ്. ഇതിലെ ട്വിസ്റ്റ് എന്താണെന്ന് വെച്ചാൽ 3 റൗണ്ടാണ് ആകെ ഉള്ളത്. ഈ 3 റൗണ്ടിലും പാവകളെ സൂക്ഷിക്കണം. പോരാത്തതിന് ഇതിൽ ബക്കറ്റ് കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഈ പാവകൾ ടാസ്ക് അവസാനിക്കുന്നത് വരെ അവർ തന്നെ സൂക്ഷിച്ചു വെക്കണം. അതുകൊണ്ട് തന്നെ ഈ ഒരു ടാസ്കിൽ മോഷണമൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഒരാൾ ഉണ്ടാക്കിയ പാവേനെ മറ്റൊരാൾക്ക് സുഖമായിട്ട് തട്ടിയെടുക്കാൻ പറ്റും. ടാസ്ക് അവസാനിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പാവ കയ്യിൽ വേണം. അത്രേ ഉള്ളൂ. പാവകളുടെ ശരീരഭാഗം കളക്ട് ചെയ്യണം, അതിനെ പാവയാക്കും വേണം, അത് ടാസ്ക് അവസാനിക്കുന്നവരെ സൂക്ഷിച്ചു വെക്കുകയും വേണം. അങ്ങനെ ഫസ്റ്റ് റൗണ്ട് കഴിഞ്ഞ സമയത്ത് ഏറ്റവും കൂടുതൽ പാവ കളക്ട് ചെയ്ത് അനീഷാണ്. കാരണം അനീഷായിരുന്നു ഏറ്റവും ഫ്രണ്ടിൽ നിൽക്കുന്നുണ്ടായിരുന്നത്. അപ്പോൾ അനീഷ് അത്യാവശ്യം കളക്ട് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതിൽ ഏറ്റവും കുറവ് പോയിന്റ്സ് കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ കുറവ് പാവ കളക്ട് ചെയ്തിരിക്കുന്നത് ഷാനവാസ് ആണ്. എല്ലാവരും അവിടെ പാവ എടുക്കാൻ വേണ്ടി അടിപിടി കൂടുമ്പോൾ ഷാനവാസ് അവിടെ മാറി നിൽക്കുകയാണ്. ഞാനും ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല എന്ന് പറഞ്ഞിട്ട് ആ ഒരു രീതിക്കായിരുന്നു ഷാനവാസ് മാറി നിൽക്കുന്നുണ്ടായിരുന്നേ. എനിക്ക് തോന്നുന്നു ഇതിൽ നമുക്ക് തട്ടിയെടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് ഉണ്ടല്ലോ. ഫിസിക്കലി ടാസ്ക് ഒക്കെ ചെയ്ത് പാവ എടുക്കുന്നതിനേക്കാളും നല്ലത് കുരുട്ട് ബുദ്ധിയൊക്കെ ഉപയോഗിച്ച് പാവ എടുക്കാന്നാവും ഷാനവാസിന്റെ സ്ട്രാറ്റജി. അതങ്ങനെയാണെന്നാണേലും നല്ലൊരു ഐഡിയ തന്നെയാണ്. പക്ഷെ നല്ല രീതിക്ക് കളിച്ചാൽ മതി. അപ്പോൾ കൂടുതൽ ബിഗ് ബോസ് ലൈവ് അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം.